സംസ്ഥാനത്ത് മാറിമറിഞ്ഞ സ്വർണ്ണവില. രാവിലെ മാറ്റമുണ്ടാകാത്ത വിലയിൽ ഉച്ചയോടെയാണ് മാറ്റമുണ്ടായത്. പവന് 440 രൂപ കുറഞ്ഞ് 1,09,040 രൂപയായി. സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം 3 തവണ മാറിമറിഞ്ഞ സ്വർണ്ണവില ഇന്ന് വീണ്ടും കുറഞ്ഞിരിക്കുന്നു. സാധാരണഗതിയിൽ അന്താരാഷ്ട്ര വിലയ്ക്ക് ആനുപാതികമായി രാവിലെ സ്വർണ്ണവിലയിൽ മാറ്റം വരാറുണ്ട്. എന്നാൽ ഇന്ന് അത് സംഭവിച്ചില്ല. ഇന്ന് രാവിലെ വിലയിൽ മാറ്റം രേഖപ്പെടുത്തിയില്ല. എന്നാൽ ഉച്ചയോടെ വലിയ മാറ്റം സംഭവിച്ചു. ഗ്രാമിന് 55 രൂപ കുറഞ്ഞ് 13,630 രൂപയും പവന് 440 രൂപ കുറഞ്ഞ് 1,09,040 രൂപയിലുമാണ് വ്യാപാരം. 18 ക്യാരറ്റ് ഗ്രാമിന് 45 രൂപയാണ് കുറഞ്ഞിരിക്കുന്നത്. 11,265 രൂപയാണ് ഗ്രാം വില. കഴിഞ്ഞ ദിവസം കുറഞ്ഞ സ്വർണ്ണവില ഉച്ചയ്ക്കും വൈകിട്ടും കൂടുന്നതാണ് കണ്ടത്. വ്യാപാരം തുടങ്ങിയപ്പോൾ ഗ്രാമിന് 75 രൂപ കുറഞ്ഞ് സ്വർണ്ണത്തിന് ഉച്ചയോടെ 90 രൂപയും വൈകിട്ട് 95 രൂപയും കൂടിയിരുന്നു. ഇതോടെ ഗ്രാമിന് 13,685 രൂപയും പവന് 1,09,480 രൂപയുമായിരുന്നു വില. ജനുവരി 31-നാണ് സ്വർണ്ണവില എക്കാലത്തെയും ഉയർന്ന നിരക്കിലെത്തിയത്. 16,395 രൂപയായിരുന്നു അന്ന് 1 ഗ്രാം സ്വർണത്തിന്റെ വില. 1,31,160 രൂപയായിരുന്നു 1 പവന്റെ വില. പിന്നീട് ഏറിയും കുറഞ്ഞും തുടർന്ന സ്വർണ്ണവില മാർച്ച് 23-ന് 1 ലക്ഷത്തിലേക്ക് താഴേക്ക് പതിക്കുന്നതും കണ്ടു. ശനിയാഴ്ച 1 ഗ്രാം സ്വർണത്തിന് 230 രൂപ വർദ്ധിച്ചിരുന്നു. പവന് 1,860 രൂപ കൂടി. 1,08,600 രൂപയിലായിരുന്നു വ്യാപാരം. ഞായറാഴ്ചയും സ്വർണ്ണവിലയിൽ മാറ്റമുണ്ടായിരുന്നില്ല. ഇറാൻ യുദ്ധത്തെ തുടർന്നുള്ള ഇന്ധന പ്രതിസന്ധി സ്വർണ്ണവിലയിലെ തുടർച്ചയായ ചാഞ്ചാട്ടങ്ങൾക്കിടയാക്കുന്നുണ്ടെന്നാണ് ഗവേഷകരും പറയുന്നത്. വെള്ളിയാഴ്ച 2 തവണയാണ് സ്വർണ്ണവിലയിൽ മാറ്റം സംഭവിച്ചത്. എന്നാൽ ഇനിയുള്ള ദിവസങ്ങളിലും വലിയ ചാഞ്ചാട്ടം തന്നെ സ്വർണ്ണവിലയിൽ പ്രതീക്ഷിക്കാമെന്നാണ് സാമ്പത്തിക വിദഗ്ധരും പറയുന്നത്. എന്തായാലും സ്വർണ്ണവില കുറഞ്ഞിട്ടും സ്വർണ്ണക്കടകളിലേക്ക് സ്വർണം വാങ്ങാൻ ആളുകൾ എത്തുന്നില്ലെന്ന് വ്യാപാരികളും പറയുന്നുണ്ട്. നിലവിൽ സ്വർണ്ണവിലയിലെ ചാഞ്ചാട്ടം ശരിക്കും പറഞ്ഞാൽ സാധാരണക്കാരെ വലിയ തരത്തിൽ വലയ്ക്കുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച കുത്തനെ ഇടിഞ്ഞ സ്വർണം പിന്നീട് തിരിച്ചു കയറുന്നത് കണ്ടിരുന്നു. വലിയ കുതിപ്പില്ലെങ്കിലും വില കൂടിയും കുറഞ്ഞും മുന്നേറുകയാണ് ഇപ്പോൾ. പശ്ചിമേഷ്യൻ സംഘർഷവും എണ്ണവിലയിൽ ഉണ്ടാകുന്ന വർധനവും സ്വർണ്ണവിലയിലും പ്രതിഫലിക്കുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ സ്വർണം ഇനിയും കൂപ്പുകുത്തുമോ എന്ന് തന്നെയാണ് ഒരു വിഭാഗം വിദഗ്ധർ പറയുന്നത്. എന്നാൽ സ്വർണത്തിന്റെ വില കുറയില്ലെന്നും വീണ്ടും 2027 ഈ കുതിപ്പ് തുടരുമെന്നും ഒരു ഔൺസിന് സ്വർണത്തിന് $5,200 ആയിരിക്കുമെന്നും ചില വിദഗ്ധർ സൂചിപ്പിക്കുന്നുണ്ട്. അങ്ങനെ വന്നാൽ സ്വർണത്തിന് 1.5 ലക്ഷം രൂപയെങ്കിലും ആകാൻ സാധ്യതയുണ്ട്. ഇറാനിലെ യുദ്ധം വേനൽക്കാലത്തിന് മുമ്പ് അവസാനിക്കുമെന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ ഉള്ളത്. എന്നാൽ ആ യുദ്ധം തുടർന്നു പോയാൽ സ്വർണ്ണവില വീണ്ടും കുറയാനുള്ളൊരു സാഹചര്യമുണ്ട്. എന്നാൽ ആഗോള വിപണിയിൽ സ്വർണ്ണവില ഔൺസിന് 5,000 ഒക്കെ ആയാൽ കേരളത്തിന് 1 പവന് പരമാവധി 1,10,000 രൂപ വരെയൊക്കെ ആകും. ഈ വർഷം 2 ലക്ഷം വരെ വില പോകുമെന്ന പ്രവചനങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പുതിയ പ്രവചനങ്ങൾ ആഭരണ പ്രേമികളെ സംബന്ധിച്ച് ആശങ്കാജനകമാണ്. ബിസിനസ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.